യോഗയിൽ പിണക്കമില്ല. അഞ്ജു എന്തുവാടി ഇത്? ഒരു ദിവസം ലീവ് എടുത്ത് വരുന്നത് നിങ്ങളോട് സന്തോഷത്തിരിക്കാൻ ഞാൻ. ഇതിപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട് കുറിപ്പെടുത്ത്. ഇത് സ്നേഹ കൂടുതൽ അടി. നിന്റെ സന്തോഷത്തിനൊന്നും ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അല്ല, എന്താ പുതിയ പ്രശ്നം? സമരം തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇത്തവണ എന്റെ കാനഡ ട്രിപ്പാണ് പ്രശ്നം. നീ കാനഡയ്ക്ക് പോകണോ? ആലോചിക്കണ്ട്. മണിയടി യോഗയുടെ 1-ാം മണി. ഏ ഇനി യോഗയുടെ അവസാനം വരെ മിണ്ടാൻ പാടില്ല. നീ പലച്ചോ. കല്യാണക്കാരൻ പറഞ്ഞതിന് 4 ദിവസം. പിന്നെ പുറത്ത മാത്രത്തിൽ സ്ക്രബ്ബർ ടോർച്ച് കഴിക്കുന്നതിന് 2 ദിവസം. മുട്ടിന് മേലെ വരെയുള്ള ഡ്രസ്സ് ഇട്ടതിന് 3 ദിവസം. ഇതെന്തോ അടി സമരച്ചങ്ങലയോ? മൊത്തം ഒരു ആയുർശാന്തി മയോ ആണല്ലോ അടി. ഞാനൊന്ന് വീട് വരെ പോകും. നാളെ വരുള്ളൂ. കൊട്ടാരത്തിൽ മുന്നിൽ പച്ചു നിന്നു മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ. സഹായിക്കണം ആൻറ്റി. വിനേ, നീ പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം. ഇത് ആയുർശാന്തിയുടെ 1 മിനിറ്റ് ഫേഷ്യൽ ബാർ. സൗന്ദര്യം വർദ്ധിക്കും. നിനക്കിനി എന്തെന്ന് സൗന്ദര്യം വെക്കാനാ? ഇന്നലെ വർക്ക് സൈറ്റിലായിരുന്നു. ചെറിയൊരു കരിവാളിപ്പുണ്ടോ എന്നൊരു സംശയം. 1 മിനിറ്റ് തേച്ചാൽ മതി, നല്ല റിസൾട്ട് ഉണ്ടാവും. ശരിക്കും ഔട്ട് ബാത്തിങ് ടൈം.
റാഗിപ്പുട്ട് നീ എത്ര ദിവസം ഉണ്ടാവും? 2 ദിവസം ഒന്നും വിചാരിക്കുന്നു. ഉം. സ്മൂത്തി. കുറിപ്പെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പേനയില്ല. പ്ലാൻ കാണല്ലോ. ഫിൽ ചെയ്തേക്കാം. ഡെയിലി കേൾക്കണതല്ലേ. ആ പോരട്ടെ. ഞാനില്ല എന്ന് കരുതി ശീലങ്ങളൊന്നും മാറ്റരുത്. എടി, ഞാനില്ലാന്ന് കരുതി ശീലങ്ങളൊന്നും മാറരുത്. ഉം. ഉച്ചയ്ക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും തെറ്റിക്കരുത്. മനസ്സിലായോ? ഓ, മനസ്സിലായി. ഇത് സ്ഥിരം പറയാത്താണല്ലോ. എന്താണോ? ഞാനും ഇറങ്ങുക. ഇന്ന് കുറച്ച് നേരത്തെ ചെല്ലണം. നേരത്തെ വരണേ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ. വീണ്ടും ചുറ്റും ഒന്ന് നടന്നു നോക്ക്. ഇങ്ങനത്തെ കുറെ കുറിപ്പ് കിട്ടും. ഒന്നിച്ചെടുത്ത് വെച്ചാൽ ബുക്കാക്കാം. ഇതെന്താ ചെയ്യണേ? മാം അത് ഈ D1 നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഒരു കോമൺ ബാത്റൂമായിട്ട് യൂസ് ചെയ്യാം. ഓ, ഓക്കെ. ഓക്കെ. ആവശ്യത്തിന് കഴിച്ചാൽ മതി. വയറ് നിറയ്ക്കണമെന്നില്ല. ആവശ്യത്തിന് കഴിച്ചാൽ മതി, വയറ് നിറയ്ക്കണമെന്നില്ല. ഇതെന്താ സാധാരണ മുഴുവൻ കഴിക്കാനല്ലേ പറയാറ്? ആ, അതെന്റെ അമ്മേന്റെ പോലെയാ. കുറച്ച് ഡിഫറെന്റാ. ഓ, കറിക്കൊക്കെ വല്ലാത്ത ടേസ്റ്റ് സ്മെല്ലുവാ. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം. ഈ രസക്കൂട്ടൊക്കെ ഒന്ന് പഠിക്കാലോ. എന്റെ അമ്മയെ കൂടെ പഠിപ്പിച്ചു കൊടുക്കാലോ. എന്നാ നിനക്കുണ്ടാക്കിയാല്? ഉണ്ടാക്കാം. ആ, എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. രുചിയുണ്ടാവും. ആണോ? ഉം. ഏഴ് മണിക്ക് മുമ്പ് കഞ്ഞി കുടിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ കുഴപ്പം. എല്ലാത്തിനും ഓർഡർ ആയിരിക്കും. അതില്ലാത്തവർക്കേ അതിന്റെ വില മനസ്സിലാവുള്ളൂ. അമ്മാവനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ രാത്രിയിൽ വിളിക്കാം. നീ സമാധാനമായിട്ടിരിക്കെ. ഇതെവിടെ നിന്ന് കിട്ടി? നിന്റെ ഷെൽഫിലിരുന്ന് കിട്ടിയതാ. അഞ്ചു, 2 ലക്ഷം രൂപ അമ്മാവൻ ഏറ്റു. കുറച്ച് കാശ് കമ്പനിയിൽ നിന്നും കിട്ടും. ചില്ലറ എൻ്റെ കയ്യിലും ഉണ്ട്. നീ എന്തായാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേ. പോകുന്നതൊക്കെ കൊള്ളാം. എവിടെ പോയാലും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റമൊന്നും വരുത്തരുത്. പിന്നെ ഞാൻ നാളെ വരില്ല, മറ്റന്നാളെ എത്തും. എടി അഞ്ചു, നീ കേൾക്കണ്ടോ? ആമാ. എന്നാ കോർക്കുമിനും ബ്ലാക്ക് സീഡും കഴിച്ച് കിടക്കാൻ നോക്ക്. അമ്മാവനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ രാത്രിയിൽ വിളിക്കാം. നീ സമാധാനമായിട്ടിരിക്കും. എല്ലാം ശരിയാക്കാടി. എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അമ്മ എനിക്ക് വേണ്ടി പോയതാണല്ലേ. രാവിലെ എനിക്കത് മനസ്സിലായില്ല. അമ്മ തന്നെയാണ്. അമ്മ അമ്മ തന്നെയാണ്. ജീവിതം കരുതലോടെ.